ട്രംപ് മുഖം കറുപ്പിച്ചാൽ ഐഫോൺ നിർമ്മാണ കേന്ദ്രം ആപ്പിൾ അമേരിക്കയിലേക്ക് പറിച്ചു നടുമോ? സാധ്യതയില്ല. ആപ്പിൾ അങ്ങനെ ചെയ്താലും ഇന്ത്യക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ലെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്. പരിക്ക് ആപ്പിളിന് തന്നെ. $1000 ഒരു ഐഫോണിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടുന്നത് വെറും $30. ഉൽപാദന ബന്ധ സബ്സിഡിയായി ഏതാണ്ട് അത്ര തന്നെ കമ്പനിക്ക് നൽകുന്നുമുണ്ട്. നികുതിയും കുറയ്ക്കുകയാണ്. ഇതെല്ലാം തദ്ദേശ കമ്പനികളെയാണ് പരിക്കേൽപ്പിക്കുന്നതെന്ന കാര്യം വേറെ. ട്രംപ് സൃഷ്ടിച്ച ചുങ്കപ്പേടിയും പാകിസ്ഥാന്റെ വക യുദ്ധപ്പേടിയും മങ്ങിയ ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായ കയറ്റത്തിൽ. വിദേശ നിക്ഷേപകർ തിരിച്ചുവരവിൽ. ശരിക്കുതിപ്പോ മായിക കാഴ്ചയോ വിപണിയിൽ? സൂക്ഷിക്കണമെന്ന് വിദഗ്ധർ. ഭീമൻ കമ്പനികളുടെ കയറ്റത്തിൽ നിഫ്റ്റി 25,000 കടക്കുന്ന മട്ട്. എന്നാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അതിനൊത്തുയർന്നിട്ടുണ്ടോ? അതാണ് കാതലായ ചോദ്യം. ഏഷ്യയിൽ പലയിടത്തും കോവിഡ് വൈറസ് വീണ്ടും തലപൊക്കുന്നു. സാമ്പത്തിക കേന്ദ്രങ്ങൾ കൂടിയായ സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ആരോഗ്യ വിഭാഗം അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി വാർത്താ ഏജൻസികൾ. ആശങ്ക വേണ്ട, ജാഗ്രത മതി. ഇന്ത്യയിൽ ആകെ കോവിഡ് ബാധിതർ 93 മാത്രമെന്ന് ആരോഗ്യ മന്ത്രാലയം. കേന്ദ്ര സർക്കാരിന്റെ ഏപ്രിൽ മാസ കണക്ക് പ്രകാരം രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് 5.1%. പുരുഷന്മാർക്കിടയിലാണ് തൊഴിൽ രഹിതർ കൂടുതലെന്ന് കണക്ക് വെളിപ്പെടുത്തി. വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തുവിട്ടിരുന്ന തൊഴിൽ സ്ഥിതി കണക്കുകൾ ഇനി എല്ലാ മാസവും പരസ്യപ്പെടുത്തും. ഇന്ത്യൻ കാർ വിപണി വളരുകയാണെങ്കിലും സ്വന്തം കമ്പനിയുടെ വിൽപ്പന ഇടിയുന്ന പ്രശ്നം പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ അയച്ച് ഹ്യുണ്ടായി. വിപണിയിൽ 14% മാത്രമാണിപ്പോൾ ഹ്യുണ്ടായി കാറുകൾ. വിപണി വിഹിതം 12 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.